വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉള്ളിച്ചോറാണ്. ഇത് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റുള്ളൊരു ചോറാണ്. ഇത് പഴയ കാലത്തൊക്കെ സ്ത്രീകൾക്ക് പ്രസവരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു ചോറാണ്. ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചുവന്നുള്ളിയിൽ ഇരുമ്പിൻ്റെ അംശം ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് വിളർച്ച മാറാനൊക്കെ വളരെ നല്ലതാണ്. ഇനി ഉള്ളി മൊരിയിക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പശു നെയ്യാണ് ഇഷ്ടമെങ്കിൽ പശു നെയ്യ് ചേർക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി അതിലിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഈ ഉള്ളിച്ചോറ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ. കറിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ വെളിച്ചെണ്ണൻ്റെയും ആ ഉള്ളി മൊരിഞ്ഞ് വരുന്ന ആ ഒരു സ്മെല്ലൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചോറ് വെറുതെ കഴിക്കാൻ തന്നെ. ഇപ്പോൾ ഉള്ളി ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പുപൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചോറ് അതിലിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. 3 കപ്പ് ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഉള്ളിച്ചോറിന് വേണ്ടി ചോറ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ തവിട് കളയാത്ത അരിൻ്റെ ചോറാണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആയിരിക്കും. പ്രസവശേഷം നമ്മൾ സാധാരണ സ്ത്രീകൾക്ക് ഉള്ളിച്ചോറ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ മരുന്ന് കോഴിയാണ് കൊടുക്കാറ്. മരുന്ന് കോഴിയും അതുപോലെ ഉള്ളിച്ചോറ് നല്ലൊരു കോമ്പിനേഷനാണ്. മരുന്ന് കോഴിയുടെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിച്ചോറൂടെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്